നമസ്കാരം. ഓണക്കാലമാണ്. എല്ലാ ദിവസവും നമുക്ക് അതിഥികളും ഉണ്ടാകാറുണ്ട്. ഇന്ന് നമ്മുടെ ഒപ്പമുള്ള അതിഥി മലയാള സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച ഒരാളാണ്. ഗൗരവമുള്ള ചില കഥാപാത്രങ്ങളിലൂടെ അഭിനയം തുടങ്ങുകയും പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം. പുതിയ സിനിമകളുടെ വിശേഷം, ഓണവിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ സൈജു കുറുപ്പ്. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഓണക്കാലമാണ്. ഓണമായതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ കുറച്ച് കൂടുതലുള്ള സമയമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് തിരക്കായിരിക്കുമല്ലോ ഈ സമയത്തൊക്കെ. എങ്ങനെയാണ് സൈജുവിൻ്റെ ഒരു ഓണക്കാലം? എങ്ങനെയാണ് ഓണക്കാലം? കൂടുതലും ഞാൻ ഈ ബാല്യകാലത്തിലെ ഓണമാണല്ലോ നമുക്ക്. അതെ അതെ, ഇല്ലില്ല, അവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. ആക്ച്വലി ഈ എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള മലയാളികളെക്കാളും കൂടുതൽ ഭീകരമായിട്ട് ഓണവും വിഷുവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരാണ്, ഔട്ട്സൈഡ് ഇന്ത്യയിലുള്ള ആൾക്കാർ. നമ്മൾ നാഗ്പൂരിൽ മലയാളി അസോസിയേഷൻ ഉണ്ടായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ അന്ന് ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു 10-20 ഫാമിലീസ് കാണും. അപ്പോൾ ഈ ഓണം ഒരു 4 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ്. വീക്കെൻഡ്സിലല്ലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അച്ഛന്മാർക്കൊക്കെ ഓഫീസിൽ പോകണം. അപ്പോൾ സാറ്റർഡേ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് മിക്കവാറും പേര്, എൻ്റെ അച്ഛൻ ഉൾപ്പെടെ. അപ്പോൾ സാറ്റർഡേ സൺഡേ ഹോളിഡേ. സാറ്റർഡേ ലഞ്ച് ഒരു ഫാമിലിയുടെ വീട്ടിൽ. അവിടെ ഈ 20 ഫാമിലിയിലെ പിള്ളേരും അച്ഛനമ്മയും എല്ലാവരും അവിടെ കൂടും. അങ്കിൾമാരെല്ലാവരും കൂടെ ഒരു സ്ഥലത്തിരുന്ന് ചീട്ടുകളിയും പരിപാടിയൊക്കെ, അമ്മമാരൊക്കെ ഇരുന്ന് ഒരു സ്ഥലത്ത്, പിന്നെ പിള്ളേരെല്ലാവരും കൂടെ കളിക്കൽ. അതുപോലെ പിന്നെ ഡിന്നറിനൊരു സ്ഥലത്ത്. അപ്പം ഒരു വീക്കെൻഡ് വന്നാൽ സാറ്റർഡേ സൺഡേ കൊണ്ട് 4 ഫാമിലീസ് കവർ ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. സോ അതായിരുന്നു നമ്മുടെ ഓണം. എനിക്ക് കൊച്ചിലെ ഈ ക്രിസ്മസ് വരുന്നതായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോഴാണ് ഈ നോൺ വെജ് കഴിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ ഓണവും വിഷുവൊന്നും അങ്ങനെ ഇത് നോൺ വെജ് ഇല്ലല്ലോ. ക്രിസ്മസ് വരുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പം വർഗീസങ്ങളുടെ വീട്ടിൽ പോയി ഡിന്നർ കഴിക്കുക, പീറ്ററങ്ങളുടെ വീട്ടിൽ പോയി ലഞ്ച് കഴിക്കുക, ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു സമയമായിരുന്നു. സോ ഓണം ആസ് സച്ച്, ഓണത്തിന് പല കലാപരിപാടികളും അവിടെ നടക്കുമായിരുന്നു. എല്ലാവരും പങ്കെടുക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്. ഒരു 3 ഞങ്ങൾ ഏകദേശം ഒരേ പ്രായമുള്ള ഞങ്ങൾ 3 ആൺപിള്ളേർ, സെക്കൻഡിലോ തേർഡിലോ ആയിരുന്നു ഞാൻ. ഒരു മലയാളം പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ചെപ്പ് വിൽക്കുന്ന ചങ്ങാതി എന്ന് പറഞ്ഞ പാട്ടിൽ. അതൊരു പിഷാരടി ആൻറ്റി ഉണ്ടായിരുന്നു. പിഷാരടി ആൻറ്റിയാണ് അത് ഡാൻസ് അറിയാവുന്ന ഒരാളാണ് കമ്പോസ് ചെയ്ത് തന്നത്. അപ്പോൾ അതിനകത്ത് വരെ മുണ്ടും തലക്കെട്ട് തോർത്ത് കെട്ടി അങ്ങനെ എന്തായിരുന്നു, ചെപ്പ് വിളിക്കുന്ന ചങ്ങായി തന്നെ. അത് മാത്രമാണ് ഞാൻ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ. സിനിമയ്ക്ക് മുമ്പ് സിനിമയിൽ വന്നിട്ടും ഞാൻ സ്റ്റേജിൽ എനിക്ക് കയറാൻ ഭയങ്കര പേടിയാണ്. ഇപ്പോഴും പേടിയാണ് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാം. പക്ഷേ ഈ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചിട്ട് ഞാൻ ഈ അടുത്ത് ഒരു ചാനലിൻ്റെ പരിപാടിക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ സ്കിറ്റിൽ ഞാൻ പങ്കെടുക്കേണ്ടി വന്നു. അത് ചെയ്തു ഞാൻ. പക്ഷേ അത് ഒരു ഭയങ്കര, ഞാനൊരു ഫുൾ കോൺഫിഡൻസ് ഇല്ല എനിക്കത് ചെയ്യാൻ. അമ്മ അസോസിയേഷനിലൊക്കെ അപ്പോൾ എപ്പോഴും അതാണ് ഒരു അവസരമല്ലേ ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് ഇതിലേക്ക് വരാനും കൂടി. സ്റ്റേജ് ഫിയർ ഒക്കെ മാറാൻ, ഫിയർ എന്നല്ല അതിന് പറയേണ്ട ഒരു. എനിക്ക് ആ സ്റ്റേജ് ഫിയർ മാറ്റണമെന്നില്ല. എന്ന് വെച്ചാൽ എന്നെ അഭിനയത്തിൽ ആ ഫിയർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില ഇമോഷൻസ് ഇമോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഫിയർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫിയർ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം 1-2 ഏരിയാസ് ചിലപ്പോൾ എൻ്റെ വീക്കാവുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. അപ്പോൾ അതേപടി നിലനിർത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങൾക്കത് പറഞ്ഞാൽ അത് കിട്ടുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ അത് ചില കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ ഡ്രോബാക്ക് ആയിരിക്കും. പക്ഷേ ആ ഡ്രോബാക്ക് അത് വേറൊരു രീതിയിൽ എനിക്കത് അഭിനയത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് ഓണം പറഞ്ഞു നാഗ്പൂരിലെ, പക്ഷേ സിനിമാ സെറ്റിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു കൂടുതലും സെറ്റിലായിരിക്കും ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുക അല്ലേ? കൂടുതലും അല്ല, ഇപ്രാവശ്യം സെറ്റിലായിരിക്കണം. 2-3 പ്രാവശ്യം അത്രയേ ഉള്ളൂ. ഇത്തരം സിനിമകൾ ചെയ്തതിൽ 2-3 പ്രാവശ്യം. അല്ലെങ്കിൽ എന്താണ് ഭയങ്കര കോയിൻസിഡൻസ് ആണ്, ഞാൻ മിക്കവാറും വീട്ടിലായിരിക്കും. പരമാവധി വീട്ടിലെത്താൻ ശ്രമിക്കാറുണ്ട്? അങ്ങനെയാണ്? ശ്രമിക്കാറില്ല. ഇല്ല. ഒന്നില്ല ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് എത്തും. അങ്ങനെ വീട്ടിൽ തന്നെ എത്തിയിട്ട് അത് എൻ്റെ വീട്ടുകാർക്ക് നിർബന്ധമില്ല. ഇപ്പം കൂടുതലിപ്പം ഭാര്യയൊക്കെ ഓക്കെ സോ കോൾഡ് ന്യൂ ജനറേഷൻ ആണല്ലോ. ഐ മീൻ അമ്മയച്ഛനൊക്കെ ആണല്ലേ ഇതാണ് വീട്ടിലെങ്ങനെയെങ്കിലും വരണം, നമുക്ക് എല്ലാവരും കൂടെ ഓണം. പക്ഷേ എൻ്റെ അമ്മയച്ഛനും അല്ലെങ്കിൽ എൻ്റെ അമ്മയച്ഛനും അമ്മയൊക്കെ ഒന്നും അങ്ങനെ ഇതൊന്നുമില്ലായിരുന്നു. എവിടെയാണ് അവിടെ ഓണം ആഘോഷിക്കുക, എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം. അല്ല, എല്ലാവരും കൂടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
പക്ഷേ എന്താണ് ഇപ്പം ജോലിക്കാണല്ലോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അവരുടെ കൺസെപ്റ്റ് അതാണ്. പിന്നെ ഈ ജോലി നമുക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടല്ലോ. ഫെസ്റ്റിവൽസ് ഇനിയും വരും, പക്ഷെ ജോലി ചെയ്യാന്നുള്ളതാണല്ലോ. ഈ ഡ്രീം ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇനി എൻ്റെ അടുത്ത ലൈഫിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കഥാപാത്രം ഇതായിരിക്കും, അങ്ങനെ ഒരു ഡ്രീം ഉണ്ടോ? അങ്ങനെ ഒരു ഡ്രീം ഒരു 10 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു വളരെ അമച്വർ ആയിട്ടുള്ളൊരു ഡ്രീമായിരുന്നു. അതായത് വേറെ ആക്ടേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ്, അതുപോലത്തെ ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹം. അതിൽ കാര്യമില്ലല്ലോ. പക്ഷേ എനിക്ക് കുറേ നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ കിട്ടി. ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. വേരിഡ് കഥാപാത്രങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. എനിക്ക് ചില കഥാപാത്രങ്ങൾ എനിക്കറിയാം എനിക്കത് ഷോൾഡർ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഞാൻ എടുക്കാറില്ല. അതെൻ്റെ സ്വപ്നത്തിലില്ല. പക്ഷേ സ്വപ്നത്തിൽ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ സ്വപ്നത്തിലുള്ള ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷേ സിനിമകൾ, എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമകൾ ഉണ്ടാകണം. ജോലി ഉണ്ടായാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എവിടെ എന്താണ് എൻ്റെ ടാർഗറ്റ്, എൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ ഒരു എയിം ഇല്ല. ഈ ഗുഡ് ഓൾഡ് മെമ്മറീസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, നേരത്തെ നാഗ്പൂരിലെ ഓണം ഓർമ്മകൾ പറഞ്ഞു, സിനിമാ സെറ്റിലെ അങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഓണം ഓർമ്മയുണ്ടോ? ഡാൻസ് കളിച്ചതല്ലാതെ. ഇല്ല, അങ്ങനെ ഒരു ഭയങ്കര ഒരു മേജർ സാധനങ്ങളൊന്നും അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. ഓണക്കാലത്ത് നടന്ന രസകരമായ കാര്യങ്ങളാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഓണം പക്ഷേ ഒരു രസമായിരുന്നു. ഗെറ്റ് ടുഗദേഴ്സും ഫാമിലി ഗെറ്റ് ടുഗദേഴ്സും. ഇപ്പം അതൊന്നും അങ്ങനെ ഇല്ലല്ലോ. എപ്പോഴെങ്കിലും മിസ് ചെയ്തിരുന്നോ നാട്ടിൽ ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ഒരു നാട്ടിൽ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കാം, അങ്ങനെ കുറച്ച് നാഗ്പൂർ കുറച്ചുകൂടി മെട്രോ ടൗൺ ആണല്ലോ, അതിൽ അത്ര പോസിബിൾ? ഞാൻ ഈ പറഞ്ഞത് നാഗ്പൂർ ഡിസ്ട്രിക്റ്റിലുള്ള കാണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഈ മറ്റേ ചെപ്പ് കിൽക്കുന്ന ചങ്ങായിയൊക്കെ പറഞ്ഞത്. അതിനിട്ട് 7ാം ക്ലാസ് തൊട്ടാണ് ഞാൻ നാഗ്പൂരിലേക്ക്, ദ സിറ്റി നാഗ്പൂർ. പക്ഷെ അവിടെയും ഈ CPWD ക്വാർട്ടേഴ്സ് ആയിരുന്നു, സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് താമസിക്കുന്നത്. അപ്പം ക്വാർട്ടേഴ്സിൽ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് പിള്ളേരും ഒക്കെ ആയിട്ട്. അങ്ങനെ മിസ് ചെയ്തിട്ടില്ല ഞാൻ. ഓണക്കാലം ഞാൻ മിസ് ചെയ്തിട്ടില്ല കേരളത്തിൽ. എനിക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒരു ദിവസം മുഴുവൻ ട്രെയിനിൽ വെച്ച് ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം എൻ്റെ അച്ഛൻ്റെ ചേച്ചി അമ്മിണിയമ്മ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മിണിയമ്മ എന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര്, ഞങ്ങൾ അമ്മിണിയമ്മ തന്നെ വിളിക്കും. ഭയങ്കര സ്നേഹമുള്ളൊരു ലേഡിയായിരുന്നു. അപ്പോൾ ഇപ്പം ഇല്ല. അപ്പോൾ അമ്മിണിയമ്മയും അമ്മിണിയമ്മയുടെ മകൻ രാജു ചേട്ടനും. അപ്പോൾ ഇവരെ രണ്ടുപേരെയും പിരിയുന്നതായിരുന്നു എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ ട്രെയിനിൽ ഇങ്ങനെ കേരള എക്സ്പ്രസ്സിൽ പോകുമ്പോഴത്തേക്കും ഈ എറണാകുളം സൗത്തിൽ നിന്ന് ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കരച്ചിലാണ്. പിന്നെ നാഗ്പൂരിലെത്തി കൂട്ടുകാരെ കണ്ടു കഴിയുമ്പോഴാണ് പിന്നെ പതുക്കെ ഇവരെ മറക്കുന്നത്. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് കേരളത്തിൽ വരുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. വെച്ചാൽ വർഷത്തിൽ നമ്മൾ കുറച്ച് ദിവസത്തേക്കല്ലേ വരുന്നുള്ളൂ. പക്ഷേ വരുന്ന സമയത്ത് തന്നെ ഈ തിരിച്ചു പോകുന്ന സമയത്ത് എനിക്ക് സങ്കടമാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതെന്നെ ഇങ്ങനെ വേട്ടയാടുമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും ഇല്ല, അമ്മിണിയമ്മയും ഇല്ല, രാജുചേട്ടനും ഇല്ല. ബട്ട് ഭയങ്കര സ്നേഹമുള്ള രണ്ടുപേരായിരുന്നു. അവരുടെ കൂടെയാണ് ഈ കൊച്ചിലെ ഞങ്ങൾ താമസിച്ചിരുന്നത്. അച്ഛൻ നാഗ്പൂരിലായിരുന്നു. അപ്പോൾ ചേച്ചി ഇവിടെ പഠിക്കുമായിരുന്നു ചേർത്തലയിൽ. അപ്പോൾ ഞാനും അമ്മയും ചേച്ചിയും അമ്മിണിയമ്മയും രാജുചേട്ടനും കൂടെ അച്ഛൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടിക്കാലത്തൊക്കെ ഇവരുടെ കൂടെയാണല്ലോ വളർന്നത്. അപ്പോൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. എനിക്ക് അമ്മയുടെ കൂടെ കിടക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് അമ്മിണിയമ്മയുടെ കൂടെ കിടക്കാനായിരുന്നു. അമ്മിണിയമ്മ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കും. അതൊക്കെയാണ് മെമ്മറീസ്. ഓക്കെ, ഏതായാലും ഓണക്കാലമാണ്. നമ്മുടെ പ്രേക്ഷകരോട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. പ്രേക്ഷകരോട് എന്നും നന്ദിയേ ഉള്ളൂ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, വളരെ ക്ലീഷയായിട്ടുള്ളൊരു ഡയലോഗാണെന്നറിയാം. പക്ഷേ എന്നാലും നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. എല്ലാ പ്രേക്ഷകർക്കും, അമൃത TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും.